ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചെയ്യുന്ന പരിപാടി ചെറിയ മക്കളുള്ള പാരൻസിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാർക്ക് റിലേറ്റബിൾ ആയിരിക്കും അല്ലേ, ഈ മക്കളുടെ ടോയ്സ് പെറുക്കി വെക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ വീടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ടോയ്സ് ആയിരിക്കും മുക്കിലും മൂലയിലും എല്ലായിടത്തും ഉണ്ടാവും വീടിൻ്റെ. അപ്പം ഞങ്ങളിവിടെ ഖത്തറിലാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 1 BHKയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എന്ന് വെച്ചാൽ ഒരു റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മോന് 2.5 വയസ്സായി. അപ്പോൾ അവനക്ക് കളിക്കാനൊരു ഏരിയ സെറ്റ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ഇവൻ്റെ ടോയ്സ് ഇങ്ങനെ പെറുക്കി തന്നെ മടുത്തപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെപ്പോഴും തോന്നിയ സ്ഥലത്തു നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. കുറേ ടോയ്സൊക്കെ വാരി അവിടെ ഇവിടെയൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ബെഡ്റൂം കുറച്ച് വലിപ്പമുണ്ട്, ആ ബെഡ്റൂമിൻ്റെ ഒരു ഏരിയ ഇവന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഞാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവന് ടോയ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ വാൾ സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് വാൾ ഡെക്കേഴ്സും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണ്. പിന്നെ മോന് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ ഞാൻ ആനിമൽസിൻ്റെ വാൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ ഇതൊരു ദിവസം വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. എൻ്റെ മോൻ ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന് ടൈഗർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് വൃത്തിക്ക് ഒട്ടിച്ച് തരും. പിന്നെ ആൾക്ക് കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റാണ് ഈ കാര്യത്തിൽ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തു നന്നായിട്ട്. അങ്ങനെ ഞാൻ ഇത് എല്ലാം കൂടെ ഒരു സെറ്റാണ് കേട്ടോ. ഒരു വാൾ സ്റ്റിക്കറിൽ വരുന്ന ഒരു 5 ആനിമൽസാണിത്. അപ്പോൾ അങ്ങനെ വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തു വാളിൽ. ജസ്റ്റ് ഒരു ഡക്കർ പോലെ അവന് കാണുമ്പോൾ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇത്. ഈ ഒരു ആന, ഒരു ടൈഗർ, ഒരു ജിറാഫ്, 2 ഡോഗ്, അതൊക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു ഷെൽഫ്, ചെറിയൊരു ഷെൽഫ്, അവൻ്റെ എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽഫ്. പിന്നെ കുറച്ച് ഒരു വോളിൽ ഒരു ഫോട്ടോ ഫ്രെയിം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഒരു മാറ്റ് വിരിച്ചിട്ട് അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസർ ബോക്സിൽ വെക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സ്റ്റിക്കർ ഇത് മെഷറിങ് വാൾ സ്റ്റിക്കറാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഇത് ഒരു ക്യൂരിയോസിറ്റി അല്ല, ഒരു അവന് ആ റൂമിൽ ആ ഒരു ഏരിയയിൽ കവർ ചെയ്യുമല്ലോ, പിന്നെ ജസ്റ്റ് നമുക്ക് ഹൈറ്റൊക്കെ നോക്കാമെന്നുള്ളത് കൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് അവൻ്റെ ഹൈറ്റല്ല, എൻ്റെ ഹൈറ്റ് വരെ പോകുന്നൊരു ഡൈനോസറിൻ്റെ ഒരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ ഇത്. ഈ പറഞ്ഞ പോലെ ഇതും അവന് ഡൈനോസർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഡൈനോസർ ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അത് ഒട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ, ആ ഒരു ഡൈനോസറിൻ്റെ സ്റ്റിക്കർ. അപ്പം ഞാനിത് അവൻ്റെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിന്ന് തരും കേട്ടോ, ഹൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ സൈഡ് പോയിട്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എൻ്റെ അടുത്ത് കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സെയിം വീഡിയോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സെയിം വീഡിയോയിൽ തന്നെ വീഡിയോ എടുത്ത പൊസിഷൻസും അതൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ, അതൊക്കെ ഒന്ന് ഞാൻ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ അവൻ്റെ ഒരു ഹൈറ്റ്, അവന് ബോൾ ഇടാൻ പറ്റുന്ന ഒരു ഹൈറ്റ് നോക്കിയിട്ട് ആ ബാസ്ക്കറ്റ് ബോളിൻ്റെ ആ ഒരു കോർട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവന് ഇടാൻ പറ്റുന്ന ഒരു ഹൈറ്റിന് ഞങ്ങളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഷീനിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതും അവന് ബോളൊക്കെ ഇട്ട് കളിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനമാണ്. അത് നല്ലൊരു ഉപകാരമുള്ളൊരു ഇതാണ് കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് ബോൾ എടുത്തിട്ട് അതിൽ കൊണ്ടിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അവൻ ബോൾ മേലെ കൂടെ ഇടാൻ പറയുമ്പോൾ അവൻ അടിയിൽ കൂടെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അലമാര അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഷെൽഫ് പോലെ. പിന്നെ ഒരു മാറ്റ് വിരിച്ചു.
പിന്നെ ഈ ഷെൽഫ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. ആ ഷെൽഫിൽ ഞാൻ ജസ്റ്റ് ഒരു ഷെൽഫും പോലെ വെച്ചിട്ട് അവൻ്റെ ഒരു 2 ടോയ്സും 2 ബുക്സും പിന്നെ അവൻ്റെ പേര് എഴുതിയൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവായിട്ട് അവിടെ വെച്ചെന്ന് മാത്രം. അപ്പോൾ പിന്നെ രേഹാൻ്റെ ഒരു 1 to 12 മന്തിലെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. പിന്നെ അവൻ്റെ ബുക്സൊക്കെ ഞാൻ ഒരു ഓർഗനൈസർ ഒരു ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു വോളിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രേഹാന് മടിയുള്ളതും പെറുക്കി ഉള്ളൊരു സാധനം, ഈ ബോളുകൾ കേട്ടോ. അവനിത് എല്ലായിടത്തും പരത്തിയിടും, പക്ഷേ അത് പെറുക്കി വെക്കത്തില്ല. മോൻ്റെ പേരാണ് കേട്ടോ രേഹാൻ. പിന്നെ ഞാൻ കോക്കോമിലൻ്റെ 2-3 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവന് കോക്കോമിലൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ ഒരു ഏരിയയിലാണ് ഒരു ഹാഫ് പോർഷൻ അല്ല, ഒരു ചെറിയ ഏരിയയിൽ ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇത് അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ അവൻ അവിടെ ഇരുന്ന് കളിക്കുകയും പിന്നെ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ അവൻ കളി കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴൊക്കെ അവിടെ തന്നെ പെറുക്കി വെക്കാൻ അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവന് തന്നെ തോന്നും ഇതൊക്കെ പെറുക്കി വെക്കാം, അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ഇതൊക്കെ എടുത്തു വെക്കാറൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു മൈൻഡിൽ എന്ന് പറഞ്ഞാൽ അവനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് വളരണം, അല്ലെങ്കിൽ ഒക്കെ ടോയ്സൊക്കെ എടുത്തു വെക്കണം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മെയിനായിട്ട് ഇവൻ്റെ ടോയ്സ് എല്ലായിടത്തും പരത്തുന്നതിൽ നല്ലത് ഒരു ഭാഗത്ത് മാത്രം ആകുമ്പോൾ നമുക്ക് പണി എളുപ്പമാവും. അതാണ് മെയിനായിട്ട് കേട്ടോ. ഈ ഒരു ഫ്രെയിം ഞാൻ ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്തതാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ദിവസം അവൻ അവിടെ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ അവൻ കളിക്കുന്ന ഒരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ.